നമസ്കാരം. കഴിഞ്ഞ മാസമായിരുന്നു ഗജരാജൻ ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയിലേക്ക് കായംകുളം ശരത്ത് എന്ന ചട്ടക്കാരൻ എത്തുന്നത്. ആനക്കേരളത്തിൽ എത്രയൊക്കെ ആനക്കാർ ഉണ്ടെങ്കിലും ആനപ്രേമികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ആനക്കാരനാണ് കായംകുളം ശരത്തേട്ടൻ. വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശരത്തേട്ടൻ ഒരു ആനയിലേക്ക് ചാർജ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും അനുകൂലിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടുകളും ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. ഇതുവരെയും ശിവം ലക്ഷ്മി അയ്യപ്പനെ വഴിനടത്തി വരുന്നത് ദേവസ്വം കണ്ണൻ ചേട്ടനായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഈ കൂട്ടുകെട്ട് അവസാനിച്ചു എന്ന തരത്തിലുള്ള പല വ്യാജ പ്രചരണങ്ങളും കണ്ടുവരുന്നുണ്ട്. ശരത്തേട്ടൻ അയ്യപ്പൻ ആനയിൽ എത്തിയതിനെ തുടർന്നാണ് ദേവസ്വം കണ്ണൻ ചേട്ടൻ ആനയിൽ നിന്നും ഇറങ്ങിയത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് പലർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ്. അതായത് ശിവം ലക്ഷ്മി അയ്യപ്പൻ്റെ ഒന്നാം ചട്ടക്കാരനായി ദേവസ്വം കണ്ണൻ ചേട്ടൻ തന്നെയാണ് തുടരുന്നത് എന്നും രണ്ടാം ചട്ടമായാണ് കായംകുളം ശരത്തേട്ടൻ എന്ന ചട്ടക്കാരൻ എത്തിയത് എന്നുമാണ് ഇപ്പോൾ ഉള്ളത്. അനാവശ്യമായ വ്യാജ പ്രചരണങ്ങളിൽ ആനപ്രേമികൾ ഒരിക്കലും വിശ്വസിക്കരുത്. മാത്രമല്ല ദേവസ്വം കണ്ണൻ ചേട്ടനും കായംകുളം ശരത്തേട്ടനും അയ്യപ്പനും തമ്മിലുള്ള തീപ്പൊരു കൂട്ടുകെട്ട് അധികം വൈകാതെ തന്നെ പൂരപ്പറമ്പുകളിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കൂട്ടുകെട്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു.